കർത്താവിൽ നമുക്ക് പ്രിയമുള്ളവരെ, ഇന്ന് ഇടവകയായിട്ട് കുടുംബദിനം ആചരിക്കുന്നതായുള്ള ദിവസമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സഭയായിട്ട് ഇന്ന് യുവജന ഞായറാഴ്ചയായിട്ട് വേർതിരിച്ചിരിക്കുന്ന ദിവസവും കൂടിയാണ്. എൻ്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇടവകയായി കുടുംബദിനം കൊണ്ടാടണം എന്നത്ര വികാരിയച്ഛൻ ആഗ്രഹിച്ച് ക്രമീകരണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ ചിന്തകൾ യുവജനങ്ങൾ കുടുംബത്തിൽ എന്നുള്ളതായിട്ട് വിഷയമായി ചേർത്ത് ചിന്തിപ്പാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ പ്രാഥമിക ഘടകം എന്ന് പറയുന്നത് വിവാഹ ജീവിതമാണ്. വിവാഹിതരാകുന്ന മക്കളെ ദൈവം കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഒരു ക്രിസ്തീയ കുടുംബം എന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് ആ കുടുംബത്തിൽ ക്രിസ്തു ഉള്ളതായിട്ടുള്ള അവസരത്തിലാണ്. ഇന്ന് കുടുംബദിനമായിട്ട് വേർതിരിച്ചിരിക്കുമ്പോൾ ഈ ഇടവക ഉള്ള ഓരോ കുടുംബവും ചോദിക്കേണ്ടതായിട്ടുള്ള ചോദ്യം, എൻ്റെ കുടുംബത്തിൽ ക്രിസ്തു ഉണ്ടോ? മറ്റ് സഭാവിഭാഗങ്ങൾ നസ്രയത്തിലെ ഭവനത്തെ വിളിക്കുന്നത് തിരുക്കുടുംബം എന്നതാണ്. ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, children are born into love and in love. അന്യോന്യമുള്ള സ്നേഹത്തിൽ കുട്ടികൾ ഉളവാകുന്നു. സ്നേഹത്തിലേക്ക് തന്നെയാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. യേശു 12-ാമത്തെ വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ മാതാപിതാക്കൾ പതിവ് പോലെ ആരാധിക്കുന്നതിനായിട്ട് പോയപ്പോൾ യേശുവിനെ കൂടെ കൊണ്ടുപോയി. യുവജന സഖ്യത്തിൻ്റെ അംഗത്വം എന്ന് പറയുന്നത് 13 വയസ്സ് മുതലാണ്. അഡോളസെൻ്റ് ഏജ്. When you become conscious of the fact that you are a youth, when you are conscious that decisions are to be taken by you for the welfare of yourself and your future. ഈ 12 വയസ്സ് വരെ നസ്രയത്തിൽ വളർന്നതായുള്ള യേശു ക്രിസ്തു മാതാപിതാക്കളോടൊപ്പം ജീവിച്ചു എന്നത് മാത്രമല്ല, സിനഗോഗിൽ പോവുകയും ദൈവം നൽകിയതായ പ്രമാണങ്ങളെയൊക്കെ വളരെ ഗാഢമായിട്ട് പഠിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് യേശു ദേവാലയത്തിലെ ആരാധനയ്ക്ക് ശേഷം ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതായുള്ള അവസരത്തിൽ യേശു ചോദിക്കുന്നതായുള്ള ചോദ്യവും അറിയുന്നതായുള്ള കാര്യങ്ങളും വിസ്മയം ഉളവാക്കുന്നതായുള്ള കാര്യങ്ങളായിരുന്നു. He was ready to learn and he was also ready to reflect on the things that he listens every day. അഡോളസെൻ്റ് ഏജിലുള്ള യുവജനങ്ങളെല്ലാം ചോദിക്കേണ്ടതായുള്ള ചോദ്യം ഇതാണ്, ദൈവം എന്നോട് ഓരോ ദിവസം പറയുന്നതായുള്ള കാര്യങ്ങളെ കേൾക്കുവാനായിട്ട് എനിക്കിടയാവുന്നുണ്ട്. കേട്ട് അതിനോട് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. യൂത്ത് ട്രെയിൽ ബ്ലേസേഴ്സ് ടു ക്രൈസ്റ്റ് എന്നുള്ള വിഷയമാണ് യുവജന സഖ്യം യുവജന ദിനത്തിൽ ചിന്തിപ്പാനായി എഴുതിയിരിക്കുന്നത്. ട്രെയിൽ ബ്ലേസേഴ്സ് ടു ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൽ കാട്ടിക്കൊടുക്കുവാൻ്റെ കോണം വഴി വെളിച്ചമായിട്ട് തീരണം. ആരാണ് വഴി? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞതായുള്ള കർത്താവായ യേശു ക്രിസ്തുവാണ്.
ഇതിനെ ആധാരമായിട്ട് എടുത്തിരിക്കുന്നതായുള്ള വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നതായിട്ടുള്ള വിഷയമാണ്. യേശു ശമരിയ പട്ടണത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത്. തനിക്ക് വിശന്നു, തനിക്ക് ദാഹിച്ചു. ശിഷ്യന്മാരോട് പോയി ആഹാരം കൈക്കൊള്ളുന്നതിനായിട്ട് അവരെ പറഞ്ഞു വിട്ടു. താൻ ദാഹിച്ചത് കൊണ്ട് യാക്കോബിൻ്റെ കണ്ണിന് അരികെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നട്ടുച്ചയ്ക്ക് വെള്ളം കോരുവാനായിട്ട് ശമരിയാക്കാരുടെ സ്ത്രീ അവിടെ വരുന്നത്. അവർ തമ്മിൽ സംസാരിക്കുകയാണ്. യേശുവുമായുള്ള സംഭാഷണത്തിന് ശേഷം വെള്ളം കോരുവാൻ കൊണ്ടുവന്നതായിട്ട് തൊട്ടിയല്ല അവിടെ ഇട്ടതിന് ശേഷം ഈ സ്ത്രീയെ നേരെ പട്ടണത്തിലേക്ക് ഓടിപ്പോവുകയാണ്. ഞാൻ മശിഹായെ കണ്ടു, നിങ്ങൾക്കും അവനെ കാണാം എന്ന് പറയുകയാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ ആഗ്രഹിക്കത്തക്കതായുള്ള കാര്യങ്ങൾ കണ്ടെത്തുവാനായിട്ട് യഹൂദന്മാർ വെറുത്തിരുന്നതായിട്ട് ശമരിയ പട്ടണത്തിലുള്ള ഒരു സ്ത്രീക്ക് സാധിച്ചു. തനിക്ക് ആ സുവിശേഷ വെളിച്ചം കിട്ടിയതായുള്ള ഓടിപ്പോവുകയാണ്. ചെന്ന് മറ്റുള്ളവരോട് പറയണം. എന്താണ് തൽഫലമായിട്ടുണ്ടായത്? അവർ പട്ടണമായിട്ട് വന്ന് യേശുവിനെ ക്ഷണിച്ചു. യേശു അവരോട് കൂടെ 2 നാൾ പാർത്തു. യേശു ഉള്ളവരായും യേശുവിനെ നൽകിക്കൊടുക്കുന്നവരായിട്ടും ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായിട്ട് സാധിക്കുമോ? ട്രെയിൽ ബ്ലേസേഴ്സ് ടു ക്രൈസ്റ്റ് എന്നുള്ള വിഷയമാണല്ലോ നൽകപ്പെട്ടിരിക്കുന്നത്. കാലം ചെയ്തതായിട്ടുള്ള ഈശോമാർ തിമോത്തിയോസ് തിരുമേനി സിഹോറ ആശ്രമത്തിലെ അംഗമായിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പ്രാവശ്യം തിരുമേനി ഏതോ ഒരു പള്ളിയിലൊക്കെ പോയിട്ട്, തിരുമേനി ആയില്ല, തിരുമേനി ആവുന്നതിന് മുമ്പ് പള്ളിയിൽ പോയിട്ട് മടങ്ങി വരികയാണ്. സിഹോറ എന്നുള്ള പട്ടണമായിട്ടുള്ള ഗ്രാമത്തിലേക്ക് പോകണം. അവിടെയാണ് താമസിക്കുന്നത്. അന്ന് സിഹോറയിൽ വന്നിറങ്ങിയതായുള്ള അവസാനത്തെ ബസ്സും അങ്ങ് പോയി. പിന്നെ ഒറ്റ കാര്യം ചെയ്യാനൊക്കെ ഉള്ളൂ, നടന്നു പോവുക. നടന്നു പോകാനായിട്ട് തന്നെ തീരുമാനിച്ചു. എന്നാൽ ഇരുട്ടാണ്, വഴി കാണണ്ടേ. തൻ്റെ സഞ്ചിയിൽ തോളയിൽ തൂക്കിയിട്ടിരിക്കുന്നതായുള്ള സഞ്ചിയിൽ ഒരു ടോർച്ചുണ്ട്. ഒത്തിരി നാളായി ഉപയോഗിച്ചിട്ട് അതെടുത്ത് ഇങ്ങനെ കത്തിച്ച് വെട്ടമൊക്കെ കിട്ടി അതിൻ്റെ വെട്ടത്തിൽ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ താൻ യാത്ര ചെയ്ത് പോകുന്ന അവസരത്തിൽ ഈ ടോർച്ചിൻ്റെ വെട്ടമൊക്കെ മങ്ങിത്തുടങ്ങി. പിന്നെ ഒന്ന് കുലുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് പിന്നെ കുറച്ചുകൂടെ വെട്ടം കിട്ടി. അവസാനം അതിൻ്റെ വെട്ടവും നിന്നു. അപ്പോഴാണ് തിരുമേനി, അച്ഛനായിരുന്ന ഈശോമാർ തിമോത്തിയോസ് തിരുമേനി പ്രകാരം ഒരു വാക്ക് കേട്ടു: ബാബുജി, അങ്ങയുടെ കയ്യിലുള്ള വെളിച്ചവും കെട്ടുപോയോ? അപ്പോഴാണ് മനസ്സിലായത് തൻ്റെ ഈ ടോർച്ച് വെളിച്ചവും കണ്ടുകൊണ്ട് താൻ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ കൂടെ കുറച്ച് ആളുകളുടെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു എന്നത്. ഈ ലോകത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, സ്ഥാനാപതിയാണ്. നമ്മളുടെ ജീവിതവും നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മളുടെ ജീവിത സാക്ഷ്യവും ഒക്കെ കണ്ടുകൊണ്ട് വേണം മറ്റുള്ളവർ യേശുവിനെ അറിയുവാൻ. എൻ്റെ ക്രിസ്ത്യൻ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. നമ്മളുടെ യുവജനങ്ങളെല്ലാം നമ്മളുടെ ഭവനത്തിലാണ് വളർന്നു വരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ മക്കളെ ഏതെങ്കിലും ഒരു സ്ഥാനത്താക്കുന്നത് വരെ അവരെക്കുറിച്ച് നമുക്ക് വിചാരമുണ്ട്, പ്രാർത്ഥനയുണ്ട്. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നതിനായിട്ട് ശ്രമിക്കും. എന്നാൽ നമ്മുടെ പരിശ്രമത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് എന്താണെന്ന് അറിയാമോ? എങ്ങനെയാണ് സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ടത്. അതുകൊണ്ട് ഒരു മനുഷ്യ ആയുസ്സിൽ നാം സമ്പാദിച്ചിരിക്കുന്ന എല്ലാം ജീവിതത്തിൽ അത് ഉപയോഗിക്കുന്നതിനായിട്ടും അത് ഉപയോഗിക്കുന്നതിലൂടെയുള്ള സന്തോഷവും സമാധാനവും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനായിട്ടും ദൈവം തമ്പുരാൻ നൽകിയിട്ടുള്ളതാണ്. അധ്വാനിച്ച് കിട്ടിയതാണ്.
എന്നാൽ അതെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് മക്കൾക്ക് കൊടുക്കാനായിട്ട്. മക്കൾക്ക് ദൈവത്തെ കൊടുക്കുന്നതിനായിട്ട് സാധിക്കുന്നു. മക്കൾക്ക് ദൈവത്തെ കൊടുക്കുന്നതിനായിട്ട് സാധിക്കും. ഒരു മകൻ ഹൈസ്കൂളിൽ പഠിക്കുന്നതിനായിട്ട് വീട്ടിൽ നിന്ന് പോകുന്ന അവസരത്തിൽ ബോർഡിങ്ങിൽ പോയി താമസിക്കണം. അപ്പോൾ അമ്മ പെട്ടിയെല്ലാം അടുക്കി വെച്ചു. എന്നിട്ട് അതിന് മുകളിൽ ഒരു വേദപുസ്തകം കൊണ്ട് വെച്ചു. എന്നിട്ട് മകനോട് പറഞ്ഞു, മോനെ, ഞാൻ നിൻ്റെ ഡ്രസ്സെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്, ഒരു വേദപുസ്തകം വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഞാനൊരു എഴുത്ത് വെച്ചിട്ടുണ്ട്, നീ അത് അവിടെ ചേർന്ന് തന്നെ വായിക്കണം. സ്കൂളിൽ ചെന്ന് ബോർഡിങ്ങിലായി ആളുകളുമായിട്ടൊക്കെ കളിച്ച് തമാശ പറഞ്ഞൊക്കെ ജീവിച്ചതായുള്ള ആദ്യത്തെ 2-3 ദിവസങ്ങൾ അങ്ങ് പോയി. ഓർത്തില്ല അമ്മ പറഞ്ഞതായുള്ള കാര്യമൊന്നും. എന്നാൽ പിന്നീട് ഹോം സിക്നെസ് ഉണ്ടായി. തൻ്റെ അമ്മയെക്കുറിച്ചും അപ്പനെക്കുറിച്ചും വീടിനെക്കുറിച്ചും ഒക്കെയുള്ള ഗുഹാരതൃത്വമുണ്ടായി. അപ്പോൾ അവൻ ഓർത്തു, ഇങ്ങനെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഉടനെ അവൻ പോയി തൻ്റെ പെട്ടി തുറന്നു, വേദപുസ്തകം കണ്ടു. വേദപുസ്തകത്തിൽ അമ്മ വെച്ചിരിക്കുന്ന കത്ത് നോക്കി, അതിനകത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് വായിച്ചു. പ്രകാരമാണ് അമ്മ എഴുതിയിരുന്നത്, സൺ, ദിസ് ബുക്ക് വിൽ കീപ് യു അവേ ഫ്രം സിൻ ആൻഡ് സിൻ വിൽ കീപ് യു അവേ ഫ്രം ദിസ് ബുക്ക്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഈ വിശുദ്ധ വേദപുസ്തകം നിന്നെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും. അതുകൊണ്ട് നീ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അത് നീ ചെയ്യുന്നില്ല എങ്കിൽ സിൻ വിൽ കീപ് യു അവേ ഫ്രം ദിസ് ബുക്ക്. പാപം നിന്നെ ഈ ബുക്കിൽ നിന്ന് മാറ്റി നിർത്തും. പാപം കൂടാതെ ഈ ലോകത്തിൽ നല്ല മക്കളായിട്ട് വളർന്നു വരുവാനായിട്ട് എന്താണ് നാം ചെയ്യേണ്ടത്? പണം കൊടുക്കുക എന്നുള്ളതല്ല. അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നതായുള്ള കാലം അതിക്രമിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട, അതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ വെച്ചു. ആ വിഷയത്തിലേക്ക് ഇപ്പോൾ ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നാൽ വളരെ അടിസ്ഥാനപരമായുള്ള ചോദ്യം, ഹാവ് വി ഗിവൺ ക്രൈസ്റ്റ് ടു എവറി ചൈൽഡ് ഇൻ അവർ ഹോം? നമ്മുടെ ഭവനത്തിൻ്റെയും സഭയുടെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് ഓരോ പൈതലിനെയും നേരായിട്ടുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നത്. ആർഷഭാരതത്തിൽ വളരുന്നതായുള്ള ഓരോ മനുഷ്യനെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നത് അർത്ഥ, ധർമ്മ, കാമ, മോക്ഷ, ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നതാണ്. ഈ ലോകത്തിൽ അധ്വാനിച്ച് പണമുണ്ടാക്കണം, സമ്പത്തുണ്ടാക്കണം, ജീവിക്കുന്നതിന് അത് ആവശ്യമാണ്. എന്നാൽ സമൂഹത്തിൽ നിറവേറ്റേണ്ടതായുള്ളൊരു ധർമ്മമുണ്ട്, ധാർമ്മികമായുള്ള നിലവാരമുണ്ട്, അത് അറിഞ്ഞിരിക്കണം. ഇന്ന് നിങ്ങളിവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചതായുള്ള സ്തോത്ര കാഴ്ചയും കുടുംബദിനത്തിൻ്റേതായുള്ള സ്തോത്ര കാഴ്ചയൊക്കെ ഞാൻ കാണുകയുണ്ടായി. ഇതെല്ലാം ഒരു രീതിയിൽ ദൈവം നിങ്ങൾക്ക് ചെയ്തതായുള്ള കൃപകളെ ഓർത്ത് ദൈവസേനയിൽ സമർപ്പിച്ചിരിക്കുന്നതായുള്ള നിങ്ങളുടെ തന്നെ സമർപ്പണമാണ്. എന്നാൽ അത് ശേഖരിച്ചിരിക്കുന്നതല്ല ഈ ഇടവക അച്ഛനും ചുമതലക്കാരും ഒക്കെ ചെയ്യേണ്ടത് ധാർമ്മികമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കുക എന്നതാണ്. എല്ലാ വിവാഹ ശുശ്രൂഷ അവസാനത്തിൽ നൽകുന്നതായുള്ള പ്രബോധനത്തിൽ അല്ലെങ്കിൽ പ്രസംഗത്തിൽ ഞാൻ അവരോട് പറയും, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതായുള്ള കഴിവുകൾ വിനിയോഗിച്ചാണ് ഇനി നിങ്ങൾ ജീവിക്കാനായിട്ട് പോകുന്നത്, ഭർത്താവും ഭാര്യയുമെല്ലാം. അങ്ങനെ നിങ്ങൾ പകലും രാത്രിയൊക്കെ അധ്വാനിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായുള്ള പണമുണ്ടല്ലോ, അത് നിങ്ങളുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതാണ്, ദൈവഹിതപ്രകാരം വിനിയോഗിക്കുവാനായിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഒരംശം വേർതിരിച്ച് സഭയ്ക്കും സുവിശേഷ വേലയ്ക്കും സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി ആവശ്യത്തിലിരിക്കുന്ന ആളുകളെ ഉദ്ധരിക്കുന്നതിനുമായിട്ട് വിനിയോഗിക്കണം എന്നാണ് ഞാൻ പറയാറുള്ളത്. എ പോർഷൻ ഓഫ് യുവർ വെൽത്ത്, എ പോർഷൻ ഓഫ് യുവർ സാലറി യു ഷുഡ് സെറ്റ് എ പാർട്ട്
എത്ര മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു? ഇന്ന് യുവജനങ്ങളൊക്കെ കുടിയേറി പാർക്കുന്നതായുള്ള അവസ്ഥയാണ്. They go to different parts of the world. നമുക്കതുകൊണ്ട് ഇപ്പോൾ UK, യൂറോപ്പ്, അയർലൻഡ്, ആഫ്രിക്ക ഈ പ്രദേശങ്ങളൊക്കെ ചേർത്ത് ഒരു ഡയസസ് ഉണ്ടാകുന്നതിനിടയായിട്ട് തോന്നുന്നു. ആ ഏരിയയിൽ ഇപ്പോൾ 10 പുതിയ ഇടവുകൾ ഉണ്ടായിട്ടുണ്ട്. 10 പുതിയ ഇടവുകൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായുള്ള ശേഷിയൊന്നും അവർക്ക് ആർക്കും ഇല്ല. കാരണം വളരെയധികം ബുദ്ധിമുട്ടിയാണ് ജീവിക്കേണ്ടത്. അതിനെയും പഠനമൊക്കെ കഴിഞ്ഞൊരു ജോലിയൊക്കെ കിട്ടി ഒരു സ്ഥിരതാമസമാകുന്ന അവസരത്തിൽ ഉണ്ടാകുന്നതായുള്ള സമ്പാദ്യം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് ദൈവത്തെ ആരാധിക്കുന്ന ജനമായിട്ട് തീരുക, ദൈവത്തെ നോക്കി വിളിക്കുക, ദൈവിക വഴികളിൽ കൂടെ നടക്കുക, ഇത് ജീവിതത്തിൻ്റെ പ്രമാണമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടി വരുന്നിടത്ത് ആരാധിക്കുന്നതിനായിട്ടുള്ള സൗകര്യം സഭയായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് ഞാൻ മുമ്പേ പറഞ്ഞതായിട്ടുള്ള രംഗങ്ങൾ. അതവിടെ മാത്രമല്ല, കാനഡയിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ന്യൂസിലൻഡിലുണ്ട്. ഇവിടെയെല്ലാം നമ്മളുടെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ കുടിയേറി പാർക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ ചുമതലയാണ് യുവജനങ്ങൾ, മക്കൾ എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ അവരെ നേരായ വഴിയിൽ കൂടെ നടത്താനായിട്ട് സാധിക്കുമോ? ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നതല്ല ഡിവോഷണൽ വായിച്ചതല്ല ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ഭവനത്തിലെ മകൻ അവന് വളരെയധികം ശാഠ്യം പിടിച്ചാണ് ഒരു മോട്ടോർ സൈക്കിളൊക്കെ വാങ്ങിച്ചത്. അത് കിട്ടിയ സമയം തൊട്ട് അത് നിരത്തി വയ്ക്കത്തില്ല, പിന്നെ അതേതാണ് യാത്ര മുഴുവൻ. ഓട്ടോ എല്ലാം അങ്ങനെയാണ്. പോയി ഒരു അപകടത്തിൽപ്പെട്ടു. കൈയും കാലുമൊക്കെ വളരെ ഒടിവുണ്ടായി. അവനേറെ നാളെ കട്ടിലേൽ കിടക്കേണ്ടതായിട്ട് വന്നു ആശുപത്രിയിൽ. അമ്മ കൂടെ നിന്ന് നേഴ്സിങ് വേണ്ടതായുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്തു. നിങ്ങൾക്കറിയാം, മാസങ്ങളോളം കട്ടിലേക്ക് കിടക്കേണ്ടി വരുന്ന ഒരാൾ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ഫിസിയോതെറാപ്പി ആവശ്യമുണ്ട്. പിടിച്ചു നടത്തുവാനേ വെക്കുള്ളൂ. അതെല്ലാം അമ്മ ചെയ്തു. എന്നിട്ട് ആ ഡെയിലി ബ്രെഡിൻ്റെ അവസാനത്തിൽ ചോദിക്കുന്നുണ്ട്, ഈ മകൻ അവസാനം എവിടെയായി തീരുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ആ ബുക്കിൽ പറഞ്ഞത് ഹി വാസ് ബിഹൈൻഡ് ബാൾസ് എന്നാണ്. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അപ്പോൾ അമ്മ നെടുവീർപ്പ് പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാനവനെ നടക്കാനായിട്ടൊക്കെ പഠിപ്പിച്ചു, ശരിയാണ്, എന്നാൽ എങ്ങോട്ട് നടക്കണം, എങ്ങനെ നടക്കണമെന്ന് പഠിപ്പിച്ചില്ല. സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങൾ വളരുന്നു എന്നത് മാത്രമാണോ? മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതായിട്ടുള്ള ശിക്ഷണമൊക്കെ നൽകി നടക്കേണ്ടതായുള്ള പാത എന്നെ പഠിപ്പിക്കുകയാണോ ചെയ്യുന്നത്? A family that prays together stays together. A family that dines together stays together. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിനായിട്ടും ഭക്ഷണം കഴിക്കുന്നതിനായിട്ടും സാധിക്കുമോ? ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് പറഞ്ഞ് ദൈവസന്നിധിയിൽ അവർക്ക് നൽകേണ്ടതായുള്ള നിർദ്ദേശങ്ങളൊക്കെ മാതാപിതാക്കൾ നൽകി ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായുള്ള രീതി നമ്മൾ കാണാനായിട്ട് സാധിക്കുമോ? Every person needs some sort of correction. അത് നമ്മളുടെ എൽഡേഴ്സിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്, മുതിർന്നതായുള്ള ആളുകൾ. കുഞ്ഞുങ്ങൾ പ്രതീക്ഷിക്കുന്ന മാതാപിതാക്കളിൽ നിന്നാണ്. അവരുടെ ജീവിതം കണ്ടുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. എനിക്ക് എൻ്റെ അമ്മയെ പോലെ ആകണം, എനിക്ക് എൻ്റെ അപ്പയെ പോലെ ആകണം, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ജീവിക്കുന്നത്. എന്ത് മാതൃകയാണ് ജീവിതത്തിൽ നമുക്ക് നൽകി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് ഒരു കുടുംബം എന്നുള്ള നിലയിൽ?
ഞാൻ അവനെ നടക്കാൻ പഠിപ്പിച്ചു എന്ന് പറയുക മാത്രമല്ല, അവൻ എങ്ങോട്ട് നടക്കണം, എങ്ങനെ നടക്കണം എന്നുകൂടെ പഠിപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. പുത്തൻ ആശയങ്ങളെയൊക്കെ അറിയുന്നതിനായിട്ടും അവയൊക്കെ സ്വന്തമാക്കി തീർക്കുന്നതിനായിട്ടും സദാ താല്പര്യമുള്ളവരാണ് ഈ യുവജനങ്ങൾ എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ട്രെൻഡ് എന്നാണെന്ന് ചോദിച്ചാൽ അവരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. ലേറ്റസ്റ്റ് ട്രെൻഡ് ഇൻ ദ വേൾഡ്, നോട്ട് ഇൻ ഇന്ത്യ, ഇൻ ദ വേൾഡ്. ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും, ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിലാണെങ്കിലും, പെർഫ്യൂമിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം പറഞ്ഞത്. ദേ നോ ഇറ്റ്. അവരാണല്ലോ ഇന്ന് പറയുന്നത് ഞങ്ങൾക്ക് 12 കഴിഞ്ഞാൽ ഏത് രാജ്യത്തേക്കാണ് പോകേണ്ടത് എന്നത്. പണ്ട് നമ്മളാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്, മോനെ നീ ഇന്ന പഠിക്കണം, ഇന്നത് പോകണം, ഇങ്ങനെ പോകണം. ഇപ്പോൾ അവർ നമ്മളോട് പറയും എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം. പിന്നെ ഇല്ലാത്തതെല്ലാം ഇവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കുറേ പണം ഉണ്ടാക്കി പോകുന്നതിനായിട്ടുള്ള, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള പണമൊക്കെ നൽകും. പിന്നെ അവിടെ പോയി തന്നെത്താൻ അധ്വാനിച്ച് പണമുണ്ടാക്കി ജീവിച്ച് വളർന്നു വരും. As this process is going on, can we be confident that our children will always be living with Christ, in Christ and for Christ? ആരാധന, പഠനം, സാക്ഷ്യം, സേവനം, ഈ ലക്ഷ്യങ്ങളിലേക്കാണ് യേശുക്രിസ്തുവിനെ അറിയുന്നതായുള്ള യുവജനങ്ങളൊക്കെ വളരുവാനായിട്ട് യുവന സഖ്യമായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ മാസത്തിൽ യുവജന സഖ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള നമ്മളുടെ ബർണബാസ് സഫ്രക്കൻ മെത്രാപ്പോലിത്ത തിരുമേനി എഴുതിയിട്ടുണ്ട്, യൗവനപ്രായത്തിൽ വളരെയധികം യുവജനങ്ങൾ തങ്ങളുടെ ജീവിതത്തെ നഷ്ടമാക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നഷ്ടമാക്കുന്നുണ്ട്. മാനവ വികസന സൂചികയിൽ മുൻപന്തിയിലാണ് കേരളം. എന്നാൽ അതുപോലെ തന്നെ മുൻപന്തിയിൽ നിൽക്കുകയാണ് ആത്മഹത്യയുടെ കാര്യത്തിൽ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തതായിട്ടുള്ള ആളുകൾ വളരെ കൂടുതലാണ്. പലപ്പോഴും നാം ചിന്തിക്കും സ്ത്രീകളായിരിക്കും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. നല്ല പുരുഷന്മാരാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. എന്താണ് കാരണം? ഒന്ന്, സാമ്പത്തികമായുള്ള പ്രതിസന്ധി. എങ്ങനെ ജീവിക്കണം എന്നത് മനസ്സിലാക്കാൻ പ്രയാസം വരും. നിങ്ങൾക്കറിയാം, പാശ്ചാത്യ നാട്ടിലെല്ലാം തന്നെ കടമെടുത്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കടം തരും. ഇവിടെയും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കടം കയറി നിൽക്കുന്നതായുള്ള സാഹചര്യം. 2 പേരും കൂടെ ജോലി ചെയ്താലും കടം വീട്ടാനായിട്ട് പ്രയാസമാണ്. അതിന് തന്നെ ഒരു 10-15 വർഷങ്ങൾ, 20 വർഷമൊക്കെ വേണ്ടി വരും. അതിനിടയിൽ ഒരാൾക്ക് രോഗം വന്നാലോ, ഒരാൾ മരിച്ചു പോയാലോ എന്തു ചെയ്യും? സാമ്പത്തിക പ്രതിസന്ധി ആരുടെയും ജീവിതത്തിൽ ഉണ്ടാവാം. ദൈവത്തിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആത്മഹത്യ അല്ല അതിനുള്ള മാർഗം. നമ്മളുടെ വരവും ചെലവും ശരിയായ ക്രമപ്പെടുത്തുവാനൊക്കെ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. പഠിക്കേണ്ടത് നമ്മുടെ ഭവനത്തിൽ നിന്നാണ്. ഏറ്റവും അടിസ്ഥാനപരമായുള്ള പാഠങ്ങളെല്ലാം ഭവനത്തിലാണ് ലഭിക്കുന്നത്. ഭവനത്തിൽ നിന്ന് അത് പഠിക്കുന്നതിനായിട്ട് സാധിക്കണം. നിനക്ക് കൊത്താവുന്നത് നീ കൊത്താവുള്ളൂ, നിനക്ക് എടുക്കാവുന്നത് നീ എടുക്കാവുള്ളൂ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്.
ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ കുഞ്ഞ് ജനിക്കുന്നതായുള്ള കാലം മുതൽ 18 വയസ്സ് വരെയെങ്കിലും മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ കാലങ്ങളിലെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതായുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഇടയായി തീരേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ മലയാള മനോരമ സൺഡേ സപ്ലിമെൻറ്റിൽ മുനീറ എന്ന് പറയുന്നതായിട്ടുള്ളൊരു യുവതിയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. മുനീറ, നിങ്ങൾ വായിച്ചില്ലെങ്കിൽ തിരിച്ചു പോകുന്ന അവസരത്തിൽ വായിച്ചാൽ മതി. മുനീറയുടെ ജീവിതത്തിൽ ഉണ്ടായ ഇരുളിൽ നിന്നാണ് അവൾ കൂടുതൽ പാഠങ്ങൾ പഠിക്കുവാൻ കൊണ്ടിടയായിട്ട് തീർന്നത്. ഇരുളിലേക്ക് വഴുതി വീഴുന്നതായുള്ള അനേകരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം സഹായമായിട്ടുള്ള ചോല എന്ന് പറയുന്നതായുള്ള സംഘടന അവളെ രൂപീകരിക്കുകയുണ്ടായി. എന്താ സംഭവിച്ച മുനീറയുടെ ജീവിതത്തിൽ? ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു. അതാണ് ആരംഭം. തൻ്റെ ഉമ്മയും കൂടെ കൂട്ടിക്കൊണ്ട്, മുസ്ലിം ലേഡിയാണ്, അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് തനിക്കുള്ള 3 മക്കളെയും കൂടെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള പരിശ്രമമാണ് ചെയ്യുന്നത്. തങ്ങളൊരു വാടക വീട്ടിൽ പോയി പാർക്കുന്നതിനായിട്ട് താല്പര്യപ്പെട്ടു. വാടകയ്ക്ക് എടുത്തു. അവിടെ പോയി താമസിച്ച അവസരത്തിൽ കുഞ്ഞുങ്ങൾ 3 പേരും കരയുന്നുണ്ട്. അപ്പോൾ അയൽവക്കക്കാരി വന്ന് ചോദിച്ചു, എന്തിനാ കുഞ്ഞ് കരയുന്നത്? അവരും ഒരു അമ്മ ആയതുകൊണ്ട് അവർക്ക് മനസ്സിലായി വിശന്നിട്ടാണ് കരയുന്നത്. കുറച്ച് പണം കൊണ്ടുവന്ന് മുനീറയുടെ കൈ കൊടുത്തു. അതിന്ന് ആഹാരം വാങ്ങി എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞ് അവൾ പോയി ആഹാരം വാങ്ങി അവൾക്ക് കൊടുക്കുകയും ചെയ്തു. ശാന്തമായിട്ട് അന്ന് അവർ ഉറങ്ങി. എന്നാൽ ഒരു പ്രാവശ്യം കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങുവാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് എന്നും ഉറങ്ങാൻ സാധിക്കത്തില്ലല്ലോ. അവർക്ക് വിശക്കുമ്പോൾ അവർ വീണ്ടും കരയും. മാതാപിതാക്കളിലേക്കാണ് അവർ നോക്കുന്നത്. എന്താണ് ഭക്ഷിപ്പാൻ തരുന്നത്? എവിടെയാണ് ഭക്ഷണം കിട്ടുന്നത്? അപ്പോൾ ഈ സ്നേഹിതൻ്റെ മുനീറായെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നിനക്ക് എന്തെങ്കിലും ജോലി തരാമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതൊരു വലിയ ചതിയായിരുന്നു. ആ വർക്ക്ഷോപ്പിൽ നിന്ന് 250 വാങ്ങി അവളുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം സ്നേഹിത അങ്ങ് പോയി. അവളുടെ ജീവിതം താറുമാറായി എന്നതാണ് പിന്നീടുള്ളതായുള്ള കഥ. തനിക്ക് കിട്ടിയ പണവും കൊണ്ട് വീട്ടിൽ വന്നതായുള്ള അവസരത്തിൽ ഉമ്മ പറഞ്ഞു, ഈ പണം വേണ്ട. പണ്ട് വാടക വീടൊക്കെ വിട്ടിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവരങ്ങ് പോയി. അവർ പോയി കുഞ്ഞുങ്ങളെ 3 അനാഥാലയത്തിൽ കൊണ്ടാക്കി. മുനീറ പാഠം പഠിക്കുവാനായിട്ട് തുടങ്ങി. ജീവിതത്തിൽ ഇതുപോലെ വീണു പോകുന്നതായുള്ള അനേകം തൻ്റെ ചുറ്റുപാടുമുണ്ട്. അവരെ കരയ്ക്ക് കയറ്റേണ്ടത് തൻ്റെ ചുമതലയാണ്. തൻ്റെ മക്കളെ കണ്ടാൽ കൊള്ളാമെന്നത് അമ്മയായിട്ടുള്ള മുനീറയ്ക്ക് വളരെയധികം താല്പര്യമുണ്ടായി. എന്നാൽ വല്യമ്മ അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ കാണിക്കരുത്. എന്നൊരു നല്ല കാര്യം ഉമ്മ ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് ഈ സ്ഥാപനങ്ങളൊക്കെ ചെന്ന് ഈ മക്കളെയൊക്കെ കണ്ടിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിക്കരുത്. കാരണം വളരെ കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ അമ്മയ്ക്ക് മക്കളെ ഒന്ന് കാണുന്നതിനായിട്ട് ഇടയായിട്ടുള്ളൂ. അന്നേരത്തേക്ക് അവരൊക്കെ പഠിച്ച് ഓരോരോ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നിട്ടുണ്ട്. മുനീറ തൻ്റെ പ്രവർത്തനങ്ങൾ തുടരുകയും ചോല എന്ന് പറയുന്നതായുള്ള സംഘടന ഉണ്ടാക്കുകയും ചെയ്തു എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു സംഗതി നാം ഉപേക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ പ്രിയപ്പെട്ടവരുടെയൊക്കെ ദേഹവിയോഗത്തിൽ നാം കരയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ആ ബന്ധം നഷ്ടപ്പെടുകയാണ്. ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്നതായുള്ള ബന്ധമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതിനാണ് കരയുന്നത്.
നമ്മളുടെ ബോംബെ ഡയസിസ് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള സംഗതിയാണ് അവിടെ ജീവിതം താറുമാറാക്കുന്നതായിട്ടുള്ള യുവതികളുടെ ഇടയിലൊരു പ്രവർത്തനം ഉണ്ടാകണം എന്നത്. അതുകൊണ്ട് സോഷ്യൽ വർക്കേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ ഇടയിലേക്ക് അയച്ചു. അവർ ചെന്നൈ പറഞ്ഞതായിട്ടുള്ള അവസരത്തിലൊക്കെ അവർക്ക് കാര്യം മനസ്സിലായി പറഞ്ഞു. കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളെ ഇനി രക്ഷപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദത്തെടുത്ത് പഠിപ്പിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് ഒരു പ്രവർത്തനം ഇന്ന് നമുക്ക് സഭയായിട്ട് ബോംബെയിലുണ്ട്. ഈ മുനീറ ചെയ്തതായുള്ള കാര്യം അത് തന്നെയാണ്. എയ്ഡ്സ് രോഗബാധിതരായി തള്ളപ്പെടുന്നതായിട്ടുള്ള ആളുകളെ നഴ്സ് ചെയ്യുക, പാലിയേറ്റീവ് കെയർ പോലെ. അവർ മരിക്കും, പല സ്ഥലങ്ങളിൽ കിടന്ന് മരിക്കും. എന്നാൽ മരിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്നെ നൽകിക്കൊടുക്കുവാനായിട്ട് കഴിയുന്നതായിട്ടൊരു ശുശ്രൂഷയുണ്ട്. അതോടൊപ്പം തന്നെ അവർക്കൊക്കെ ജനിച്ചതായുള്ള മക്കളെ കണ്ടെത്തി അവരെ വളർത്തിക്കൊണ്ടുവരിക. നവജീവൻ എന്ന് പറയുന്നതായാലും നമ്മുടെ പ്രസ്ഥാനം ചെയ്യുന്നത്, അച്ഛൻ ബോംബെയിൽ ഇരുന്നതായിട്ടുള്ള അച്ഛനും കൊച്ചുമയ്ക്കൊക്കെ അറിയാം, ചെയ്യുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നതായുള്ള അവസ്ഥ കുഞ്ഞിനെ അങ്ങ് ദത്തെടുക്കുകയാണ്. ഇപ്പോൾ അമ്മയ്ക്ക് വന്ന് മുലയൂട്ടുന്നതിനായിട്ടുള്ള സൗകര്യമൊക്കെ കൊടുത്ത അടുത്തുള്ളതായിട്ടൊരു സ്ഥലത്താണ് കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കുന്നത്. ആ പ്രായമൊക്കെ കഴിയുമ്പോഴാണ് അവിടുന്ന് പിന്നെ അവരെ മൂർബാദിലേക്കും മറ്റും കൊണ്ടുപോവുകയും അവിടെ സ്കൂളിൽ പഠിക്കുവാനൊക്കെ വേണം സഹായിക്കുകയും ചെയ്യുന്നത്. ജീവിതം താറുമാറായ ഈ മുനീറ ഇരുട്ടിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചതായുള്ള അവസരത്തിൽ ഇരുട്ടിലേക്ക് വഴുതി വീഴുന്നതായുള്ള ആളുകളെ കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് കരകയറ്റുവാനായിട്ടുള്ളൊരു പരിശ്രമമാണ് താൻ ആരംഭിച്ചതായിട്ടുള്ള ചോല എന്ന് പറയുന്നതായുള്ള സംഘടനയുടെ ചെയ്യുന്നത്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെയും വനിതാ ശിശു വികസന വകുപ്പിൻ്റെയും സഹായത്തോടെ ചെയ്യുന്നതായുള്ള ഈ സംഘടനയിൽ അവർക്ക് ലഭിക്കുന്നതായുള്ള പണമെല്ലാം ഇങ്ങനെയുള്ള ആളുകൾക്ക് മരുന്നുകൾ കൊണ്ടുപോയി കൊടുക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുവാൻ, അവരെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടൊക്കെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വായിക്കുന്നതിനായിട്ട് സാധ്യത. യേശുവിൻ്റെ അടുത്ത ഒരു യങ് റിച്ച് റിലീജിയസ് റൂളർ വന്നു എന്നതാണ് ഇന്ന് ഏവെങ്കിലായിട്ട് വായിച്ചപ്പോൾ ഞാൻ വായിച്ചു കേട്ടത്. യേശു അവനോട് പറയുന്നത്, നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. യേശുവിനെ അനുഗമിക്കുവാനായിട്ട് വഴിയെല്ലാം തുറന്നു കൊടുത്തു. അവൻ്റെ വിരൽത്തുമ്പത്തുണ്ടായിരുന്നു. എന്നാൽ അവൻ അധികം ധനികനായാൽ തട്ടിക്കളഞ്ഞിട്ട് അവൻ ദുഃഖിതനായിട്ട് പോയി കളഞ്ഞു എന്നതാണ് നാം വായിക്കുന്നത്. ചോയ്സ് ഉണ്ട് എല്ലാ മനുഷ്യർക്കും. നമ്മളുടെ കുടുംബത്തിൽ വളരുന്നതായുള്ള കുഞ്ഞുങ്ങൾ സ്വയമായിട്ട് കാലിൽ നിൽക്കേണ്ടി വരുന്ന അവസരത്തിൽ, തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നതായുള്ള അവസരത്തിൽ നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് കഴിയും. അതാണ് ദൈവികമായിട്ടുള്ള വഴികൾ. അപ്രകാരം അവരെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള ചുമതല നമ്മളുടെ കുടുംബങ്ങൾക്കെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ദിവസമാണിത്. നിനക്ക് ബാക്കി എന്തൊക്കെ ഉണ്ടായാലും അതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തവർ, ആവശ്യത്തിലിരിക്കുന്ന അവരാണ്, അവർക്ക് കൊടുത്തവർ പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. സ്വയം ശൂന്യമാക്കി തീർത്തതായുള്ള കർത്താവ് അവനോട് പറയുന്നതായുള്ള കാര്യം അതാണ്, നീ വന്ന് എന്നെ അനുഗമിക്കണം. നമുക്കറിയാം, കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചതായുള്ള എല്ലാ അവസരത്തിലും അവരോട് പറയുന്നത്, കം ഫോളോ മീ, വന്ന് എന്നെ അനുഗമിക്കുക. യേശു ഉയർത്തെഴുന്നേറ്റതായിട്ടുള്ള അവസരത്തിൽ പത്രോസിനെ പ്രത്യക്ഷനാകുന്നതായിട്ടുള്ള അവസരത്തിൽ പത്രോസിനോട് പറയുന്നതും അത് തന്നെയാണ്. നീ എന്നെ ഇവയേക്കാളൊക്കെ അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതായുള്ള കർത്താവ്, കർത്താവ് നീ സകലവും അറിയുന്നു എന്നൊക്കെ പത്രോസ് പറയുമ്പോൾ അവനോട് പറയുന്നതായുള്ള കാര്യം, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ വന്ന് എന്നെ അനുഗമിക്കണം. ഉടനെ തൻ്റെ അടുത്ത് നിൽക്കുന്നതായുള്ള യോഹന്നാൻ, ശിഷ്യനായിട്ടുള്ള യോഹന്നാനെ കണ്ടുകൊണ്ട് ചോദിക്കുന്നത്, ഇവനെന്ത് സംഭവിക്കും? കർത്താവ് വളരെ വ്യക്തമായിട്ടാണ്, അത് നിൻ്റെ കാര്യമല്ല, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്.
business. You come and follow me. You come and follow me. കുടുംബജീവിതം നയിക്കുന്നതായുള്ള എല്ലാവരെയും ഞാൻ ഈ ദിവസം ഈ അവസരത്തിൽ അഭിനന്ദിക്കട്ടെ. എന്നാൽ വളരെയധികം ചുമതലയും ഉത്തരവാദിത്വവും നൽകിയാണ് ഓരോ കുടുംബത്തെയും കർത്താവെ പാലിക്കുന്നത് എന്നത് മറക്കരുത്. ദൈവത്തിൽ നിന്ന് അനുഭവിച്ചതായുള്ള കൃപകളെ ഓർത്താണല്ലോ സ്തോത്ര കാഴ്ചയൊക്കെ അർപ്പിച്ചത്. ഇനി എന്താണ് കുറവ് എന്നാണ് ഈ യൗവനക്കാരൻ യേശുവിനോട് ചോദിക്കുന്നത്. ഇനി എന്താണ് കുറവ്? ഞാനിതെല്ലാം ചെറുപ്പം മുതലേ പാലിച്ചു വരുന്നത്. നല്ലവരായിട്ട് ജീവിക്കുന്നതായിട്ട് ധാരാളം ആളുകളുണ്ട്. എന്നാൽ an encounter with Jesus will tell you what is lacking in your spiritual life. നിൻ്റെ ആത്മീയമായുള്ള ജീവിതത്തിൽ നിനക്ക് കുറവുള്ളത് എന്ന് കാട്ടിത്തരുന്നതായുള്ള കർത്താവുമായുള്ള സജീവ ബന്ധത്തിൽ ഈ ലോകത്തിൽ ജീവിപ്പാൻ്റെ കൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ യുവജനങ്ങൾക്കും ഇടയായിട്ട് തീരണമേ എന്നത് ആഗ്രഹിച്ച ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കുടുംബജീവിതമൊക്കെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ തന്നെ മഹത്വപ്പെടുത്തുന്നു. ഒരു കുടുംബത്തിൽ ജനിച്ച വളർത്തപ്പെടുന്നതായുള്ള മക്കൾ യുവജനങ്ങളായിരിക്കുമ്പോൾ യൗവനപ്രായത്തിൽ തന്നെ കർത്താവിനെ അറിഞ്ഞ് സ്നേഹിച്ച് മാനിച്ച് ധ്യാനിച്ച് അവൻ്റെ വഴികളിലൂടെ നടക്കുവാൻ തക്കവണ്ണം ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ മാതാപിതാക്കളെല്ലാം ഇതിനെ ശക്തീകരിക്കുകയും ചെയ്യണമേ. ആരും നഷ്ടമായി പോകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ. എന്നാൽ തിരഞ്ഞെടുപ്പിൻ്റേതായ അവസരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നന്മയെ തിരഞ്ഞെടുക്കുവാൻ, ശാശ്വതമായ വഴിയെ കണ്ടെത്തുവാൻ, നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ, ജീവിക്കേണ്ടതായുള്ള മാർഗം എൻ്റെ എന്നെ കർത്താവിൽ മനസ്സിലാക്കി കർത്താവോടൊന്നിച്ച് ജീവിച്ച് വളർന്നു വരുവാൻ എല്ലാവരെയും ഇതിനെ സഹായിക്കുകയും ചെയ്യണമേ. മാനവ മഹത്വം അവിടുത്തേക്കായിരിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയോടെ കേൾക്കണമേ.